friends, എല്ലാവർക്കും SP ഫാമിലി വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്ന നല്ല പാൽ കപ്പയും അതിന്റെ ഒപ്പം നല്ല കാരൽ ഉണക്കമീൻ കറിയും മുരിങ്ങയ്ക്കൊക്കെ ഇട്ട് നല്ല തേങ്ങ അരച്ച കറിയും. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്ന് നിങ്ങളൊന്ന് കണ്ടിട്ട് വായോ. അപ്പോൾ നമ്മൾ ഉണക്കമീൻ കറിയാണ് ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. നല്ല തേങ്ങ അരച്ച മുരിങ്ങയ്ക്കൊക്കെ ഇട്ട കറി. ഓക്കെ, അപ്പം ഇതാണ് കാരൽ എന്ന് പറയുന്ന ഉണക്കമീൻ. ഇതപ്പോൾ നമുക്കൊന്ന് ചട്ടിയിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. നല്ല കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ്. ഞാൻ ഇത് ഓൾമോസ്റ്റ് ഒരു 3-4 മണിക്കൂർ ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചായിരുന്നു, അതിൻ്റെ ഉപ്പ് രസമൊക്കെ മാറാൻ വേണ്ടി. അതിൻ്റെ ശേഷം നല്ലപോലെ ക്ലീൻ ആക്കി വെച്ചിരിക്കുന്നതാണ് ഇത്. അതിലോട്ട് ഞാൻ ഒരു 15 കൊച്ചുള്ളി ഇടുകയാണ്. കൊച്ചുള്ളി ഞാൻ നല്ല അരിഞ്ഞ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്. അപ്പൊ ഈ കറിക്ക് കൂടുതൽ എരിവില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൽ കാന്താരിയാണ് ചേർക്കുന്നത്. അപ്പൊ 3 കാന്താരിയെ ഞാൻ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എരിവ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാം. ഓക്കെ, അടുത്ത ഞാൻ 1 മുരിങ്ങയ്ക്കയാണ് ഇട്ടിരിക്കുന്നത്. അതിന്റെ സ്കിന്നൊക്കെ കളഞ്ഞിട്ട് നല്ല കട്ട് ചെയ്ത് ഇട്ടേക്കുന്നു. അപ്പൊ ഞാനിവിടെ മുരിങ്ങയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി ചേർക്കാം, അല്ലെങ്കിൽ കുമ്പളങ്ങ, മാങ്ങ ഇതൊക്കെ ചേർക്കാൻ പറ്റും. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ തക്കാളി അല്ലെങ്കിൽ മാങ്ങ ചേർക്കുമ്പോഴത്തേക്ക് നമ്മൾ എക്സ്ട്രാ കുടംപുളി നമ്മൾ ഇടാൻ പാടില്ല. പുളി ഭയങ്കരമായിട്ട് കൂടിപ്പോകും. അടുത്ത് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പം 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇടുന്നത്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് ഇത്രയൊന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മീനുകളിലൊക്കെ നല്ല പോലെ പൊടിയൊക്കെ പിടിക്കട്ടെ. അപ്പം നല്ല പോലെ നമ്മളിവിടെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 കപ്പ് ഒരു ഇളം ചൂട് വെള്ളമാണ് ഒഴിക്കുന്നത്. ഇനി ഞാൻ 1 പീസ് കുടംപുളി ഇട്ട് കൊടുക്കുകയാണ്. നല്ല പുളി ആയതുകൊണ്ട് ഒറ്റ പീസേ ചേർക്കുന്നുള്ളൂ. ഇനിയാണ് ഞാൻ ഫ്ലെയിം ഓണാക്കി കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് നല്ല പോലെ തിളക്കട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചേർക്കാം. അപ്പോൾ ഉണക്കമീൻ അവിടെ വേവുന്ന സമയത്ത് നമുക്ക് പാൽ കപ്പ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 1/2 കിലോ ഉണ്ട് ഈ കപ്പ. നല്ല കുഞ്ഞതായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ കലത്തിൽ വെള്ളം ചൂടാക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ഈ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. കപ്പയുടെ നാരൊക്കെ എടുത്ത് കളഞ്ഞ് നല്ല 2-3 തവണ നല്ലപോലെ കഴുകി എടുത്തേക്കുന്നതാണിത്. നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഉപ്പ് ചേർക്കുന്നില്ല, നമ്മൾ പിന്നീടാണ് ചേർക്കുന്നത്. അപ്പോൾ നല്ലപോലെ ഒന്ന് വേവട്ടെ. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. കപ്പ നല്ലപോലെ വെന്തിട്ടുണ്ടായിരുന്നു, ഞാൻ നോക്കിയായിരുന്നു. ഇതിനി നമുക്ക് ഒന്ന് തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ വെള്ളം ഒന്ന് ഊറ്റിയെടുത്തിട്ട് വരാം. അപ്പം ഈ ഊറ്റുന്ന സമയം എന്ന് ഞാൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ഈ ഉണക്കമീൻ സാധാരണ നമ്മൾ കഴുകിയെടുക്കുമല്ലോ, സാധാ വെള്ളത്തിൽ കഴുകിയെടുക്കുന്നതിൻ്റെ പകരം നിങ്ങൾ ഉണക്കമീൻ കറി ഉണ്ടാക്കുന്നതിന് മുമ്പേ നമ്മൾ ചോറുണ്ടാക്കുമല്ലോ, ആ സമയത്ത് നമ്മൾ ആ വെള്ളം ഊറ്റി കളയാതിരുന്നു കഴിഞ്ഞാൽ ആ കഞ്ഞിവെള്ളത്തിലോട്ട് ഈ ഉണക്കമീനെ നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് കഴുകി എടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ലും ആ ഒരു ഉപ്പും ഒക്കെ നല്ലപോലെ ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ ആ ഒരു ടിപ്പ് ഞാനിപ്പോൾ ഒന്ന് ഓർത്തപ്പം പറഞ്ഞു തന്നെയാണ് കേട്ടോ. അപ്പോൾ മീൻ കറി അവിടെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്, ഉണക്കമീൻ കറി. ആ സമയത്ത് നമുക്കൊന്ന് അരപ്പൊന്ന് അരച്ചെടുക്കാൻ പെട്ടെന്ന്. ഇത് ഞാൻ 1/2 മുറി തേങ്ങ തിരുമിയതാണ് ഈ എടുത്തിരിക്കുന്നത്. അതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർക്കണം, ഒരു നുള്ളു ഉലുവ, പിന്നെ കുറച്ച് വെള്ളം, ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. അപ്പം 15 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലപോലെ മീനൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. മുരിങ്ങയ്ക്കൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല വെന്ത് വെള്ളമൊക്കെ ഇച്ചിരി വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരപ്പ് ഞാൻ അരച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ചേർത്ത് കൊടുക്കാം നമുക്ക്. അപ്പം ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഈ അരപ്പ് ഞാൻ 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലോട്ട് 1 നുള്ള് നമ്മൾ ഉലുവ ചേർത്തു, 1/2 ടീസ്പൂൺ ജീരകം ചേർത്തു, നല്ലപോലെ നമ്മൾ വെള്ളം കൂടി ചേർത്ത് 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് അരച്ചെടുത്തിരിക്കുന്നതാണ് നമ്മുടെ തേങ്ങ അരച്ച ഉണക്കമീൻ കറി. ഇവിടെ കുറച്ച് നിമിഷങ്ങളിലുള്ളിൽ റെഡിയാവും. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഉണക്കമീൻ മാക്സിമം ഞാൻ ഉപ്പ് കളഞ്ഞിട്ടുണ്ട്, എന്നാലും നമ്മൾ ഇപ്പോഴൊന്നും ചേർക്കരുത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കിയതിൻ്റെ ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയായിരുന്നു, ഒരു കുറച്ച് കുറവായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂണോളം ഉപ്പ് വീണ്ടും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം കൂടി ഒന്ന് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊരു 2 മിനിറ്റ് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. മീൻകറിയൊക്കെ നല്ല വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇവിടെ ഭയങ്കര സ്മെല്ലാണ്. ഉണക്കമീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ്. അതിൻ്റെ കറിയാണ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്.
അപ്പോൾ നമ്മുടെ കറി റെഡിയായി. അതുകൊണ്ട് ഞാൻ ഇത് തീ ഓഫ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് തണുക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം എന്താ കപ്പയുടെ വെള്ളമൊക്കെ നമ്മൾ ഊറ്റിയെടുത്തിട്ടുണ്ട്. നല്ലപോലെ വെന്തിരിക്കുന്ന കപ്പ. ഇതിലോട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ട്. അപ്പം ഞാൻ അത് ഓരോന്നായിട്ട് കാണിച്ചു തരാം. അപ്പോൾ അടുത്തത് കപ്പയിൽ നമുക്ക് ചേർക്കാനുള്ള ഐറ്റംസ് ആണ്. ഞാൻ ഇവിടെ 6 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, ഒരു വലിയ വെളുത്തുള്ളി, 2 കാന്താരി. ഇതൊന്ന് നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഈ വേവിച്ച് വെച്ചേക്കുന്ന കപ്പയിലോട്ട് നമുക്ക് ആ കൊച്ചുള്ളിയും കാന്താരി വെളുത്തുള്ളി നമ്മൾ ചതച്ചതാണിത് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. കൂടുതലിട്ട് നമുക്ക് ഇളക്കേണ്ട, എല്ലാം പൊടിഞ്ഞ് പോകുക, കുഴഞ്ഞങ്ങ് പോകും. ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കുക. അപ്പോൾ നല്ല ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി 1 കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി എടുക്കാം. ഇനി ഞാൻ അതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നല്ലപോലെ ഒന്ന് ഇളക്കി എടുത്തു. ഇനി നല്ലപോലെ ഒന്നൊരു ഹൈ ഫ്ലെയിമിൽ നമുക്ക് വെച്ച് കൊടുക്കാം. ഒന്ന് നല്ലപോലെ ഒന്ന് കുറുകി വരട്ടെ. എന്നിട്ട് നമുക്കത് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ കപ്പ അവിടെ ആവുന്ന സമയത്ത് നമുക്ക് താളിക്കാനുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം ഞാനൊരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ 2 കൊച്ചുള്ളി അരിഞ്ഞത്, 2 വറ്റൽമുളക്, ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പില. ഇതൊന്ന് കപ്പയുടെ മേളിലോട്ട് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിമെല്ലാം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് സെർവ് ചെയ്തെടുക്കാം. അപ്പം എന്താ നമ്മുടെ കപ്പയും പാൽ കപ്പയും കാരലിൻ്റെ ഉണക്കമീൻ മുരിങ്ങയ്ക്കൊക്കെ ഇട്ട് നല്ല തേങ്ങ അരച്ച കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തെടുത്ത ഒരു ഉണക്കമീൻ കറിയാണിത്. അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഇത്. സാധാരണ ഇങ്ങനത്തെ കപ്പയുടെ ഒപ്പം അല്ലാണ്ട് നമുക്ക് ഉണക്ക കപ്പയുടെ കൂടെ പ്രിപ്പയർ ചെയ്ത് നമ്മൾ കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. അതും ഇല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് പച്ചച്ചോറാണെങ്കിലും ഉഗ്രനാണ്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്തൊരു വ്ളോഗുമായിട്ട് ഞാൻ വരുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.